രക്ഷയുടെ പാതയിൽ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സന്യസ്തരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, കുട്ടികളെ, 21-22 വർഷത്തെ വിശ്വാസ പരിശീലന പരിപാടികൾക്ക് നമ്മൾ ആരംഭം കുറിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ രൂപതകളും അവരുടേതായ വിധത്തിലൂടെ TV ചാനലിലൂടെയും ഓൺലൈനായിട്ടുമൊക്കെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നടത്തിയുണ്ടായി. ഈ വർഷം സീറോ മലബാർ സഭയിൽപ്പെട്ട എല്ലാ രൂപതകളിലെയും ഡയറക്ടർമാർ, മതബോധന ഡയറക്ടർമാർ കാറ്റഗറി കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ അഭിമന്യ ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി ചർച്ചകൾ ചെയ്യുകയും ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ കത്തോലിക്ക ചാനലുകളിലൂടെ പ്രസിദ്ധപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. 13 രൂപതകളും ഓരോ പുസ്തകങ്ങൾ ഏറ്റെടുത്ത് പാഠങ്ങൾ തയ്യാറാക്കി അത് വിവിധ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നു. നമ്മുടെ കത്തോലിക്ക ചാനലുകളായ ഷാലോം, ഗുഡ്നസ്, ഷെഖീന ചാനലുകൾ അത് ഏറ്റെടുത്ത് സംപ്രേഷണം ചെയ്യാമെന്ന് സമ്മതിക്കുകയുണ്ടായി. ഇതിനോടൊക്കെ സഹകരിക്കുന്ന എല്ലാവരും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസ പരിശീലനം നമ്മുടെ സഭയുടെ ദൗത്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. മതബോധനത്തെ സഭയുടെ ആരംഭം മുതൽ തൻ്റെ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി കരുതി പോരുന്നു എന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ മതബോധനം ഇന്ന് എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സഭ മുഴുവൻ്റെയും ദൗത്യമാണ് വിശ്വാസ പരിശീലനം. നമുക്കറിയാം, വിശ്വാസം നമുക്ക് കിട്ടിയ ദാനമാണ്. നമ്മൾ മാമോദീസയിലൂടെ ഈശോയുടെ ജീവനിലും ഈശോയുടെ ദൗത്യത്തിലും പങ്കാളികളായി സഭയുടെ അംഗങ്ങളായി തീരുകയുണ്ടായി. നമ്മൾ അതുവഴിയായി ദൈവിക ദാനമായിട്ട് ദൈവം തന്നെ വിശ്വാസം നമുക്ക് തന്നു. നമ്മൾ മാമോദീസ സ്വീകരിച്ചതാകട്ടെ നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും തലവട്ടപ്പൻ്റെയും തലവട്ടമ്മയുടെയും വിശ്വാസത്തിലാണ്. അങ്ങനെ നമുക്ക് ലഭിച്ച ആ വിശ്വാസത്തെ നമ്മൾ ശാരീരികമായിട്ടൊക്കെ നമ്മൾ വളരുന്ന അനുസരിച്ച് തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. മാമോദീസ സ്വീകരിച്ച മക്കളെ അതിനായിട്ട് നമ്മൾ സഹായിക്കണം. അതെല്ലാവരുടെയും കടമയാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തട്ടെ, മാതാപിതാക്കളുടെയും തലവട്ടപ്പൻ്റെയും തലവട്ടമ്മയുടെയും കടമയാണ്. വിശ്വാസം ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്ന പിതാവാണെന്നും എൻ്റെ കാര്യത്തിൽ എപ്പോഴും താല്പര്യമുള്ളവനാണെന്നും എനിക്ക് സമീപസ്ഥനാണെന്നും അവിടുന്നാണ് പ്രപഞ്ചം മുഴുവൻ്റെയും സൃഷ്ടാവ് എന്നുള്ളൊരു ബോധ്യം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ദൈവകരങ്ങളിലേക്കുള്ള വ്യക്തിപരമായ സ്നേഹനിർഭരമായ സജീവമായ സമർപ്പണം, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പൂർവ്വപിതാക്കന്മാർ ഇപ്രകാരമാണ് ചെയ്തത്. നമ്മുടെ സാധാരണ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മുതിർന്നവരും
ജീവിതത്തിൻ്റെ ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ദൈവവരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിന് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ വിശ്വാസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇങ്ങനെയൊരു വിശ്വാസ പരിശീലനം നൽകുക സഭ മുഴുവൻ്റെയും ദൗത്യമാണ്. മതബോധനത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് മതബോധനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം വചനത്തിൻ്റെ കൈമാറ്റമാണെന്ന് പറയാറുണ്ട്. വചനം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോഴേ നമുക്കറിയാം ആ വചനം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ദൈവമായിരുന്ന ഈശോ മനുഷ്യരൂപം സ്വീകരിച്ചു വന്നപ്പോൾ ആ ഈശോയെ സൂചിപ്പിക്കുന്നു വചനമെന്ന വാക്ക്. ഒപ്പം തന്നെ ഈശോയെ പറ്റിയും ഈശോയും അരുളി ചെയ്ത വചനങ്ങൾ അടങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥം, ലിഖിത വചനമായ വിശുദ്ധ ഗ്രന്ഥവും വചനം തന്നെയാണ്. ചുരുക്കത്തിൽ ഈശോയെയും ഈശോയുടെ വചനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്, യുവജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് മതബോധന വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട് മതബോധന ക്ലാസ്സുകളിൽ ആ സന്ദേശത്തിനാണ് പ്രാധാന്യം. യേശു എന്ന സന്ദേശത്തിന്, യേശു എന്ന വ്യക്തിക്ക്. മതബോധന ക്ലാസ്സുകളിലൂടെ 1 മുതൽ 12 വരെ പഠിക്കുന്ന ക്ലാസ്സുകളിലൂടെ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത് ആ ഈശോയെ അവർ അറിയണം, പടിപടിയായിട്ട് ഈശോയെ പറ്റി അറിയണം, ഈശോ എന്ന വ്യക്തിയെ മനസ്സിലാക്കണം, ഈശോയെ സ്നേഹിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നിധിയുമായിട്ട് ഈശോയെ കണ്ടെത്താൻ കഴിയണം. ഒരുപക്ഷെ ഇന്നത്തെ കുറവ് അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ കണ്ടെത്തുന്നില്ല. അവർ ഏറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, നല്ല മാർക്കുകൾ വാങ്ങുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ അതിനോടൊപ്പം ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പത്തിലേക്ക് വരാൻ കൂടി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഇപ്രകാരം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് കർത്താവായ ഈശോയുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കടമ. സങ്കീർത്തകൻ പറയുമല്ലോ 34:8 കർത്താവ് എത്രയോ നല്ലവനാണ് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് വളരുന്ന മക്കളായി തീരുമ്പോഴാണ് നമ്മുടെ വിശ്വാസ പരിശീലനം വിജയിക്കുകയുള്ളൂ. ഈ വിശ്വാസ പരിശീലനം നൽകുക സഭ മുഴുവൻ്റെയും ദൗത്യമാണ്. എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായർ എല്ലാവരുടെയും ദൗത്യമാണ്. പോൾ 6 മാർപ്പാപ്പ പറയുമായിരുന്നു, ഞാനാണ് സഭയിലെ ഒന്നാമത്തെ വേദോപദേശകൻ. ജോൺ പോൾ മാർപ്പാപ്പയും അത് സൂചിപ്പിക്കുന്നുണ്ട്. മതബോധനം ഇന്നെന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഒരു രൂപതയിലേക്ക് വരുമ്പോൾ രൂപതയിലെ മതബോധനം ചിട്ടയായും ക്രമമായും ഭംഗിയായും ഉപകാരപ്രദമായിട്ടും അത് നടക്കുന്നുണ്ടെന്നുള്ളതിന് ഉത്തരവാദിത്വമായിരിക്കുന്ന വ്യക്തി ആ രൂപതാധ്യക്ഷനാണ്. പിതാവിനോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന വൈദികരുടെയും പ്രധാന ദൗത്യങ്ങൾ ഒന്ന് തന്നെയാണ്, പഠിപ്പിക്കുക. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കൾക്ക് ദൈവിക സത്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കേണ്ടത് വൈദികൻ്റെ ധർമ്മമാണ്. സന്യസ്ത സമൂഹത്തിൻ്റെയും അത് തന്നെയാണ്. നമ്മുടെ വൈദികരും നമ്മുടെ സന്യസ്ത സമൂഹങ്ങളൊക്കെ ഏറെ താല്പര്യത്തോടുകൂടി വിശ്വാസ പരിശീലനത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ഓരോ ഇടവേലും മതബോധന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്ന, വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമുക്ക് വലിയൊരു കൃപയാണ് ധാരാളം അൽമായർ നമ്മുടെ മതാധ്യാപകരായിട്ട് നമ്മുടെ രൂപതകളിലൂടെ ഇടവകളിലൂടെ ഉണ്ടെന്നുള്ളതാണ്. അവരെ സ്നേഹത്തോടെ ഓർക്കുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുസ്മരിക്കുകയാണ് ഈ അവസരത്തിൽ. ഒപ്പം നമുക്കറിയാം നമ്മുടെ സംവിധാനങ്ങളെല്ലാം അതിനായിട്ട് നമ്മൾ വിനിയോഗിക്കണം. അപ്പോൾ ഇങ്ങനെ വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് ആ കാര്യം. ഇനി ആർക്കെല്ലാമാണ് വിശ്വാസ പരിശീലനം വേണ്ടത് നമുക്കറിയാമല്ലോ. ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയില്ല. ജോൺ പോൾ മാർപ്പാപ്പ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുകയാണ്, അമ്മയുടെ മടിത്തട്ടിലിരുന്ന് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞു തുടങ്ങി മരണം കാത്തു കിടക്കുന്ന വൃദ്ധരായ വ്യക്തികൾ വരെ എല്ലാവർക്കും മതബോധനം ആവശ്യമാണ്. ഓരോരുത്തർക്കും അവരുടെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കുവാനും അവരോട് സംസാരിക്കുന്ന അടുത്തായിരിക്കുന്ന ദൈവത്തിന് പ്രത്യുത്തരം നൽകുവാനും അവരെ പ്രാപ്തരാക്കണം. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ മതബോധനം കൊടുക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, അത് കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിൽ നിന്നാണ് പഠിച്ചെടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമുക്കറിയാം ഇടവകളിലേക്ക്, സ്കൂളുകളിലേക്ക് ചെല്ലുന്നു. നമ്മുടെ ഇടവകളും സ്കൂളുകളും മതബോധനത്തിൽ അവർ സഹായിക്കണം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണം. നമ്മൾ കൗമാര പ്രായത്തിലെത്തിയവർക്കും വിശ്വാസ പരിശീലനം ആവശ്യമാണ്. അവരുടെ ആ പ്രായത്തിൻ്റെ പ്രത്യേകതകളൊക്കെ കണ്ടറിഞ്ഞ് അത് ചെയ്തു കൊടുക്കണം.
യുവാക്കൾക്കും ആവശ്യമാണ്. നമ്മുടെ KCYM SMYM പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വളർന്നു വരുന്ന മക്കൾ, ഇതിലൊന്നും പെടാതെ പുറത്തു നിൽക്കുന്ന ധാരാളം യുവാക്കൾ, അവർക്കെല്ലാം നമ്മൾ വിശ്വാസ പരിശീലനങ്ങൾ കൊടുക്കണം. ക്ലാസ്സുകളായിട്ടും സെമിനാറുകളായിട്ടും മാരേജ് പ്രിപ്പറേഷൻ കോഴ്സുകളായിട്ടും മറ്റു ധ്യാന പരിപാടികളോടെ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ വിവാഹിതരായിട്ടുള്ള എല്ലാവർക്കും വേണമിത്. എല്ലാവർക്കും മതബോധനം ആവശ്യമാണ് ഓരോ ഘട്ടങ്ങളിൽ. എന്തിനാണ്? ആ ദൈവത്തിൻ്റെ സ്വരത്തിന് പ്രത്യുത്തരം നൽകുവാൻ, ദൈവീയ ആഹ്വാനത്തിന് മറുപടി കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ ഗതമനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ഈ മതബോധന പ്രക്രിയ, ഈ വിശ്വാസ പരിശീലന പ്രക്രിയ എവിടെയെല്ലാമാണ് നടക്കുന്നത്? നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ട് നടക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് നടക്കേണ്ടത്. കുടുംബങ്ങളിൽ മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ അധ്യാപകർ, പരിശീലകർ അവരാണ്. അവർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒന്നാമതായിട്ട് മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുതിർന്നവരായ നമ്മളൊക്കെ ഈ മാതാപിതാക്കളുടെ സ്ഥാനത്ത് തന്നെയാണ്. കുടുംബത്തിൽ അപ്പച്ചനും അമ്മച്ചിയും മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ നമ്മുടെ കുഞ്ഞുങ്ങളിൽ മാതൃകാപരമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുകയാണ്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്നേഹപൂർവമായ ഇടപെടലുകൾ, സംസാരങ്ങൾ, അവർ ചെയ്യുന്ന ജോലികൾ, അവർക്ക് മറ്റുള്ളവരെ പറ്റിയുള്ള കരുതലുകൾ, അവർ വീട്ടിൽ മറ്റുള്ളവർ വരുമ്പോൾ സ്വീകരിക്കുന്ന രീതികൾ, അവരുടെ സംസാരം, ഇതെല്ലാം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും നമുക്കറിയാൻ സാധിക്കും. അറിയാതെ മാതാപിതാക്കളുടെ നല്ല കാര്യങ്ങളും ഒപ്പം എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അത് കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അവരറിയാതെ സ്വാധീനം കുഞ്ഞുങ്ങളുമേ ചെലുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ ജീവിതവും നമ്മുടെ ദൗത്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ, അവരെ രൂപീകരിച്ചെടുക്കുന്ന നമുക്ക് വലിയ പങ്കുണ്ട്. അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിലും സ്വഭാവ രൂപീകരണത്തിലും വിശ്വാസ പരിശീലനത്തിലും ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് നമ്മളാണ്, മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളുടെ പരിശീലനങ്ങൾ കഴിയുമ്പോഴാണല്ലോ കുഞ്ഞുങ്ങൾ ഇടവകയിലേക്ക് വരുന്നത്, സ്കൂളുകളിലേക്ക് പോകുന്നത്. ഇടവകയിലേക്ക് വരുമ്പോൾ ഇടവകയുടെ മറ്റു കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ചേർന്ന്, സംഘടനാ പ്രവർത്തനങ്ങളായിട്ട് ഒരുമിച്ച് ചേർന്ന് ഈ കുഞ്ഞുങ്ങൾ വിശ്വാസം വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇടവകൾ രണ്ടാമത്തെ ഒരു വേദിയാണ് മതബോധനത്തിൻ്റെ. ഒപ്പം സ്കൂളിലെ വിശ്വാസമുള്ള അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ക്ലാസ്സുകൾ എടുക്കുന്നതിന് കൂടെ ഈശോയെപ്പറ്റിയും വിശുദ്ധരെപ്പറ്റിയും സഭയെപ്പറ്റിയൊക്കെ പോസിറ്റീവായ നല്ല കാര്യങ്ങൾ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കും. ഒപ്പം നമുക്കറിയാം, നമുക്ക് വിവിധങ്ങളായ സംഘടനകൾ നമ്മുടെ രൂപതകളിലുണ്ട്. ആ സംഘടനകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവർ വേദപാഠ മതബോധന വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ ലഭിച്ച ബൗദ്ധികമായ അറിവുകളൊക്കെ പ്രായോഗികമാക്കുവാനുള്ള വേദികളാണ്. അപ്പോൾ സംഘടനകൾ ശരിക്കും വിശ്വാസത്തിൻ്റെ ഒരു പഠന കളരിയാണെന്ന് പറയാൻ സാധിക്കും. ഒപ്പം നമുക്കറിയാം, ഈ ആധുനിക കാലത്തിൽ മാധ്യമങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾ ഇത് പഠിച്ചെടുക്കാൻ കഴിയും. നല്ല കമ്മ്യൂണിക്കേഷൻസ്, മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള നല്ല സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും. ഇന്നിപ്പോൾ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. മിക്കവാറും നമ്മുടെ എല്ലാ രൂപതകളിൽ നിന്നും എല്ലാ സംഘടനകളും വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ യൂട്യൂബ് ചാനലിലൂടെയും ഓൺലൈനായിട്ടും ഒക്കെ ഇങ്ങനെ ധാരാളം സന്ദേശങ്ങൾ പരിശീലന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്, നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. ആത്യന്തികമായിട്ട് കർത്താവായ ഈശോയെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് മതബോധനം. നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വ്യക്തിപരമായിട്ട് ഈശോയെ അവരറിയണം, ഈശോയെ സ്നേഹിക്കണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ഉത്തേജനം അത് കൊടുക്കണം. അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നമ്മളത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള മക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നടക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് പങ്കുചേരണമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ വർഷം നമ്മുടെ മതപഠന ക്ലാസ്സുകളെല്ലാം, വിശ്വാസ പരിശീലന ക്ലാസ്സുകളെല്ലാം നമ്മുടെ 3 ടെലിവിഷൻ ചാനലിലൂടെ പ്രസിദ്ധപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തവണ യൂട്യൂബിലൂടെയും ഓൺലൈനിലേക്കായിട്ട് നമുക്ക് കിട്ടിയപ്പോൾ നമുക്കത് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ചാനലുകളിലൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ചാനലുകൾ കുട്ടികളെ അത് സ്നേഹത്തോടെ വീക്ഷിക്കണം. അതിൻ്റെ സമയങ്ങൾ നോക്കി വെച്ച് അതിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹമുള്ള മാതാപിതാക്കളെ, നമ്മൾ എടുക്കുന്ന താല്പര്യം അനുസരിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മളും ആ സമയങ്ങളൊക്കെ നോക്കി വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ഓർമ്മപ്പെടുത്തി, ചെറിയ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് നമ്മളും അതിൽ പങ്കെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് പ്രോത്സാഹനമായി തീരും. നമുക്കത് സാധിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ കടമയാണ്.
കഴിഞ്ഞ വർഷം ഓർക്കുകയാണ്, ഏറെ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷകരമായ കാര്യമായിരുന്നു. ഞാൻ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ സീറോ മലബാർ സഭയുടെ കാറ്റഗീസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയിലും മറ്റ് പിതാക്കന്മാരോട് ചേർന്ന് നമ്മുടെ ഈ സംരംഭത്തെ, ഈ യജ്ഞത്തെ നമ്മൾ വിജയത്തിലെത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയെ അറിഞ്ഞ്, ഈശോയെ സ്നേഹിച്ച്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറാകത്തക്കുള്ള നല്ല മക്കളായി വളർന്നു വരുവാൻ വിശ്വാസ പരിശീലനം ഇടയായി തീരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് സൺഡേ സ്കൂളുകളിൽ പഠിക്കുന്നവർക്കും വേണ്ടിയുള്ള പൊതുവായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നടത്തുക. ഇതിനെ നമ്മൾ ഒരു കണക്കിന് പുസ്തക പരിചയപ്പെടുത്തൽ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. പൗരസ്ത്യ ശിൽസംഘത്തിൻ്റെ തലവനായിരുന്ന കർദിനാൾ തൃസ്രാംഗ തിരുമേനി ഇപ്രകാരം ഒരിക്കൽ പറയുകയുണ്ടായി. നമ്മുടെ സഭയെപ്പറ്റി പറഞ്ഞപ്പോൾ, ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ ഹെയർ ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ പരിശീലന പാഠാവലിയെ അറിയുക എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം. വിശ്വാസ പരിശീലന പാഠാവലിയുടെ പേര് രക്ഷയുടെ പാതയിൽ എന്നാണ്. എന്താണ് ഈ പേര് സൂചിപ്പിക്കുന്നത്? ഈശോയാൽ രക്ഷിക്കപ്പെടുന്ന നമ്മൾ ആ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുന്നത് അതിൻ്റെ ബോധ്യങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്, അതിൻ്റെ പ്രബോധനങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. സ്വാഭാവികമായും വിശ്വാസ പരിശീലനത്തിലൂടെ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, വിശ്വാസത്തിൻ്റെ അറിവ് ആർജിക്കണം. 2, വിശ്വാസം വിലമതിക്കണം. 3, വിശ്വാസം സംശീകരിക്കണം. ടു അക്വയർ, ടു അപ്രീഷിയേറ്റ്, ടു അസിമിലേറ്റ്. ഇത് 3 തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമുക്കറിയാം. വിശ്വാസ പരിശീലന ലക്ഷ്യം എന്ന് പറയുക ഈ 3 തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് സാധിക്കുക. അറിവ് പ്രബോധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറി എന്ന് പറയുമ്പോൾ ബോധ്യങ്ങളിലേക്ക് അത് എത്തിക്കുന്നതാണ്. അറിവ് പ്രസാദിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഉൾക്കാഴ്ചകൾ, മനോഭാവങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. 3ാമത്തത്, അത് പ്രചോദിപ്പിക്കുന്നതാകുക എന്ന് പറയുമ്പോൾ നല്ല ശീലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസം അതിന് ലക്ഷ്യം സാധിക്കണമെങ്കിൽ ബോധ്യങ്ങളുണ്ടാകണം, മനോഭാവങ്ങളുണ്ടാകണം, ശീലങ്ങളുണ്ടാകണം. ഇങ്ങനെ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസം ജീവിതത്തിൽ പകർത്താനായിട്ട് തുടങ്ങും. നമുക്കറിയാം, ചോദ്യം ഇതാണ്, ആരുടെ ജീവിതത്തിൽ? സൺഡേ സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചാൽ പറയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന്, എന്നാൽ നല്ലൊരു ശതമാനം പറയും അത് എൻ്റെ ജീവിതത്തിൽ നിന്ന്. അപ്പോൾ വിശ്വാസ പരിശീലനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് ഞാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആ എൻ്റെ നിന്ന് വേണം നമ്മളിലേക്ക് ഉള്ള വളർച്ച ഉണ്ടാകാനായിട്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവിതം കൊണ്ട് പ്രഘോഷണം ആരംഭിക്കുകയാണ്. ജീവിതം ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ജീവിതം കൗദാശി ജീവിതത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ജീവിതം ഒരു സാക്ഷ്യ ജീവിതമായിട്ട് മാറുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു പ്രൊക്ലമേഷൻ നടക്കുകയാണ്, സെലിബ്രേഷൻ നടക്കുകയാണ്, അതുപോലെ തന്നെ വിറ്റ്നസ്സിങ് നടക്കുകയാണ്. ഇപ്പോൾ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് വിശ്വാസ പക്വത പ്രാപിച്ച ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നു എന്നുള്ള തെളിവെന്താണ്? നമുക്കറിയാം, വിശ്വാസ പക്വത ആർജിച്ച ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ശീലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകണം. ഒന്ന്, ഈശോയും ആയിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം. 2, സഭയുമായിട്ടുള്ള ബന്ധം. ഇതിലേതെങ്കിലും ഒന്ന് പോരെ എന്ന് ചോദിച്ചാൽ പോരാ. ഈ 2ഉം കൂടെ കൂടുമ്പോഴാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരു പക്വത ആർജിച്ച വ്യക്തിയായിട്ട്
അദ്ദേഹം മാറി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മച്യൂരിറ്റി ഓഫ് ഫെയ്ത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുക ഈശോയും സഭയുമായിട്ട് ഐക്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ ഈ വിശ്വാസ പരിശീലനത്തിലൂടെ ഈശോയും സഭയുമായിട്ടുള്ള ബന്ധത്തിൽ പക്വത പ്രാപിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ പുസ്തകത്തിലൂടെ രക്ഷയുടെ പാതയിൽ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഇതെങ്ങനെയാണ് നമ്മൾ സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ പുതിയ ക്ലാസ്സുകളിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്നത് വളരെ ഉചിതമായ കാര്യമാണ്. എന്ന് പറയുമ്പോൾ പാഠാവലികളുടെ പൊതു നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. പാഠങ്ങൾ 1 മുതൽ 4 വരെയുള്ളതിനെ ത്രിത്വ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനം എന്നാണ് പറയുക. പാഠാവലി 5 മുതൽ 7 വരെയുള്ളതിനെ മിശിഹ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനം എന്നാണ് പറയുക. പാഠാവലി 8 മുതൽ 10 വരെയുള്ളതിനെ സഭാ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനം എന്നാണ് പറയുക. പാഠാവലി 11, 12 സാമൂഹിക കേന്ദ്രീകൃത വിശ്വാസ പരിശീലനം എന്നാണ് പറയുക. ത്രിത്വ കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടി മുതൽ 4-ാം ക്ലാസ്സിലെ കുട്ടികൾ വരെയുള്ളത് ആ രീതിയിലാണ്. 1-ാമത്തെ പാഠത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം സൃഷ്ടാവായ ദൈവം, പിതാവായ ദൈവത്തെ പറ്റിയാണ് അവിടെ പഠിപ്പിക്കുക. 2-ാം ക്ലാസ്സിലെ പുസ്തകം രക്ഷകനായ ദൈവം, പുത്രനായ ദൈവത്തെ പറ്റിയാണ് അവിടെ പഠിപ്പിക്കുക. 3-ാം ക്ലാസ്സിലെ ജീവദാതാവായ ദൈവം, പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അവിടെ പഠിപ്പിക്കുക. 4-ാം ക്ലാസ്സിലെ ജീവൻ്റെ നീർച്ചാലുകൾ, കൂട്ടായ്മ ജീവിതത്തിൽ ഇതൊരു മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസാണ്. കുദാശകൾ ആഘോഷമായ ദിവികാരണ സ്വീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ നമ്മളിവിടെ ഒരുക്കുകയാണ്. നമുക്കറിയാം ഈ നമ്മുടെ പാഠാവലികളുടെ 12 പാഠാവലികളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-ാമത്തെ പാഠത്തിൽ നിന്ന് 15-ാമത്തെ പാഠത്തിൽ അല്ലെങ്കിൽ 12-ാമത്തെ പാഠത്തിൽ എത്തുമ്പോൾ ഈ അവസാനത്തെ പാഠങ്ങൾ എപ്പോഴും സ്വർഗീയോന്മുഖമായിട്ടുള്ള ദർശനങ്ങൾ നൽകുന്ന പാഠങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂക്യാറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുകയാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: നാം ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ്? ഉത്തരം ഇങ്ങനെയാണ്: നാം ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നന്മ ചെയ്യുവാനും ഒരു ദിവസം സ്വർഗത്തിൽ പോകുവാനുമാണ്. അപ്പോൾ നമ്മൾ ഈ പാഠങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുക ഈ പാഠങ്ങളിലൂടെ പഠിച്ച് നമ്മുടെ കുട്ടികൾ സ്വർഗോന്മുഖമായ ജീവിതം നയിക്കുവാനായിട്ട് പ്രചോദിതരായിട്ട് തീരുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 1, 2, 3, 4 ക്ലാസ്സുകളിൽ കോൺസെൻട്രേറ്റ് പറ്റി പിതാവായ ദൈവത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അവിടെ പുത്രനായ ദൈവത്തെ പറ്റി പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ ദൈവത്തെ പറ്റി പഠിപ്പിക്കും. പരിശുദ്ധാത്മാ ദൈവത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവത്തെ പറ്റിയും പുത്രനായ ദൈവത്തെ പറ്റിയും അങ്ങനെ ഈ ക്ലാസ്സുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിന്, പ്രായത്തിന്, അവർ വൈകാരിക വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ഇനി 5 മുതൽ 8 വരെയുള്ള പാഠങ്ങൾ മിശിഹ കേന്ദ്രിതമായിട്ടുള്ള പാഠങ്ങളാണ്. 5-ാമത്തെ പാഠത്തിൻ്റെ പേര് തന്നെ രക്ഷകനെ കാത്തിരുന്ന ജനം. പഴയ നിയമത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക്. ബൈബിള് രക്ഷയുടെ ചരിത്രമാണെന്ന് തുടങ്ങിയിട്ട് ആ 15 പാഠങ്ങളിലൂടെ മിശിഹായെ കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളിലൂടെ അവിടെ എത്തിക്കുകയാണ്. ഒരു ജനതയെ കർത്താവ് എങ്ങനെയാണ് രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്നത്, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് 5-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. 6-ാമത്തത് ഈശോയെ അനുഭവിച്ചറിഞ്ഞ ജനം എന്ന് പറയുമ്പോൾ ഈശോ എനിക്കാരാണ്. അപ്പം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുകയാണ് ഈശോ ഞാൻ മനസ്സിലാക്കുക എനിക്കാരാണ് എൻ്റെ ഈശോ. പ്രവചനങ്ങൾ പൂർത്തിയാക്കുന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ വളരെ പ്രത്യേകതകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് തുടങ്ങിയിട്ട് അവസാനം മഹത്വീകൃതനായിട്ടുള്ള ഈശോയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നയിക്കുകയാണ്. 7-ാമത്തെ പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയുടെ പ്രബോധനങ്ങൾ എന്ന് പറയുമ്പോൾ 10 കൽപ്പനകൾ, തിരുസയുടെ കൽപ്പനകൾ, സുവിശേഷ ഭാഗ്യങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം ജീവിത നിയമങ്ങളുടെ അടിസ്ഥാനങ്ങളാണ്. അപ്പോൾ ഒരു ക്രൈസ്തവ ജീവിതം രൂപീകരിക്കപ്പെടുന്ന പ്രബോധനങ്ങൾ മിശിഹ കേന്ദ്രിതമായിട്ടുള്ളതാണ് എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ 5, 6, 7 ക്ലാസ്സുകളിലൂടെ മിശിഹ കേന്ദ്രിതമായിട്ടുള്ള മതബോധനമാണ് നമ്മൾ കൊടുക്കുക. ഇനി 8, 9, 10 ക്ലാസ്സുകളിലൂടെ സഭാകേന്ദ്രിതമായിട്ടുള്ള ഒരു മതബോധനമാണ് നമ്മൾ കൊടുക്കുക. 8-ാമത്തെ പാഠം സഭ ദൈവത്തിൻ്റെ ജനം, സഭയാകുന്ന ദൈവജനത്തിൻ്റെ പ്രത്യേകതകൾ. 14 പ്രത്യേകതകൾ പറയുകയാണ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം നിർത്തുക പരിശുദ്ധ മറിയമാണ് സഭയുടെ മാതാവും മാതൃകയും. 9-ാമത്തെ ക്ലാസ്സിൽ സഭ ആരാധനാ സമൂഹം എന്നാണ് പറയുക. ഈ ആരാധനാ സമൂഹം എന്ന് പറയുമ്പോൾ
അവിടെ നമ്മൾ പഠിക്കുക വിശുദ്ധ കുർബാനയെപ്പറ്റി, കൂദാശകളെപ്പറ്റി, ആരാധനാക്രമ മത്സരങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആഴമുള്ള ബോധ്യങ്ങളുള്ളവരായിട്ട് മാറുകയാണ്. 10ാം ക്ലാസ്സിലെ പാഠത്തിൻ്റെ പേര് തന്നെ സഭ പ്രേക്ഷിത സമൂഹം. പ്രേക്ഷിത ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ പറ്റിയിട്ട് ചുരുക്കമായിട്ട് കുട്ടികൾക്ക് അറിവ് ലഭിക്കുകയാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതം തുടങ്ങിയിട്ട് പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ, മേഖലകൾ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ട് പറയുകയാണ് നമ്മളൊരു നവയുഗ സൃഷ്ടിക്കായിട്ട് നമ്മൾ പ്രേക്ഷിതരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോഴിത് 8, 9, 10 ക്ലാസ്സുകളെല്ലാം സഭാകേന്ദ്രിതമായിട്ടുള്ള ഒരു മതബോധനമാണ് നമ്മൾ കൊടുക്കുക. 11, 12 അതിന് നമ്മൾ വോളിയം 1, 2 ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്നാണ് പേരിട്ടിരിക്കുക. എന്ന് പറഞ്ഞിട്ടുള്ള സാമൂഹിക കേന്ദ്രീകൃതമായിട്ടുള്ള മതബോധനമെന്നാണ് ഈ ഭാഗത്തെ നമ്മൾ പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ക്രൈസ്തവ ജീവിതം, അതായത് തൃത്വകേന്ദ്രിതമായ ജീവിതത്തെപ്പറ്റി പഠിച്ച് മിശിഹാകേന്ദ്രിതമായ ജീവിതത്തിലൂടെ അവരെ ആനയിച്ച് സഭാകേന്ദ്രിതമായ ജീവിതത്തിലൂടെ അവരെ വഴി നടത്തിയിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഇന്ന് നാളെ ജീവിക്കുന്നത് സമൂഹത്തിലാണ്. അപ്പം നമ്മുടെ ക്രൈസ്തവ ജീവിതം എങ്ങനെയായിരിക്കണം? ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃക ഈശോയുടെ വ്യക്തിത്വമാണ്. ഈശോയുടെ വ്യക്തിത്വത്തിൽ നിന്ന് വേണം നമ്മുടെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടുവാനായിട്ട്. അങ്ങനെ നമ്മൾ പ്രബോധനങ്ങൾ മനസ്സിലാക്കിയിട്ട് ലോകത്തിൻ്റെ ഒപ്പവും ഭൂമിയുടെ പുളിമാവുമായിട്ട് പ്രകാശവുമായിട്ട് നമ്മൾ മാറേണ്ടവരാണെന്നാണ് 11ാം ക്ലാസ്സിലെ പുസ്തകത്തിലൂടെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുക. 12ാമത്തെ പാഠപുസ്തകത്തിൽ തീർച്ചയായിട്ടും സമൂഹത്തിലെ വെല്ലുവിളികൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കുക. വിശ്വാസ വിരുദ്ധ സിദ്ധാന്തങ്ങൾ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ദൈവവചനത്തെപ്പറ്റിയുള്ള ആഴങ്ങളിലേക്ക്, സഭയും ലോകമതങ്ങളെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകളിലേക്ക് ഇതെല്ലാം കടന്നിട്ട് പറയുകയാണ് ഈ 12 ക്ലാസ് നീ പൂർത്തിയാക്കിയിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ ആരായിട്ട് മാറണം? നീ എനിക്ക് സാക്ഷികളായിരിക്കണം. അപ്പോസ്തലന്മാരോട് കർത്താവ് അപ്പോസ്തല പ്രവർത്തനം 1:8 പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുക. അപ്പോൾ ഈ 12 ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്ന ഒരു ആൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തികൾ കൂടുതലായിട്ട് ഈ ജീവിതത്തിൽ ഈശോയുടെ സാക്ഷികളായിട്ട് മാറാൻ വേണ്ടിയിട്ട് കടപ്പെട്ടവരായിട്ട് നമ്മളവരെ പറഞ്ഞു വിടുക ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ ഈ 12 പാഠാവലികൾ 1 തൃത്വകേന്ദ്രിതം, 2 മിശിഹാ കേന്ദ്രിതം, 3 സഭാകേന്ദ്രിതം, 4 സാമൂഹിക കേന്ദ്രിതമായിട്ടുള്ളതാണ്. എന്ന് പറയുമ്പോൾ തൃത്വത്തെപ്പറ്റി പഠിച്ച് തൃത്വത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്ന ഈശോയെ പഠിച്ച്, കാരണം ഈശോയാണല്ലോ പിതാവായ ദൈവത്തെപ്പറ്റിയും പുത്രനായ ദൈവത്തെപ്പറ്റിയുള്ള ആഴമായ അവബോധത്തിലേക്ക് എത്തിക്കുന്ന തൃത്വത്തെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് കൊടുത്തരിക. ഈശോ ഇന്നും ജീവിക്കുന്നത് സഭയിലാണ്. അതുകൊണ്ടാണ് തൃത്വം, മിശിഹ, സഭ. അതുപോലെ തന്നെ ഈ സഭയെന്ന് ജീവിക്കുന്നത് എവിടെയാണ്? വേറെ എങ്ങുമല്ല. സഭയെന്ന് ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഈശോയിലൂടെ ജീവിച്ച് സഭയിലൂടെ വളർന്ന് സമൂഹത്തിൽ ഈശോയുടെ സാക്ഷികളായിട്ട് മാറാനായിട്ടുള്ള പരിശീലനമാണ് ഈ വിശ്വാസ പരിശീലന പാഠാവലികളിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുക. അതുകൊണ്ട് നമ്മൾ രക്ഷയുടെ പാതയെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു നിരന്തരമായിട്ടുള്ള രൂപീകരണം ലഭിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഈ പാഠാവലി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാഠാവലിയാണ്. അപ്പോൾ ഈ പാഠാവലി അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ക്രൈസ്തവ വ്യക്തിത്വം അതിൻ്റെ ഭംഗിയായ വിധത്തിൽ രൂപീകരിക്കപ്പെടുകയാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ഈശോയുടെ സാക്ഷികളായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 4 പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നും ഓർക്കേണ്ടതാണ്. നമ്മുടെ ഈ പാഠാവലി രൂപീകരണം അത്രയും മനോഹരമാണ്. ഇത് ശരിക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിന് കുറവുകൾ, പാളിച്ചകൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഈശോയെ രക്ഷകനായിട്ട് അനുഭവിച്ച് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ സാക്ഷികളായിട്ട് ജീവിക്കാനായിട്ട് ഈ പാഠാവലി നമുക്ക് വഴികാട്ടിയായിട്ട് മാറുന്നു. ഇത് പഠിപ്പിക്കുന്നവർ അതുകൊണ്ട് ഈ ഓരോ ക്ലാസ്സിലും 1 മുതൽ 15 വരെയുള്ള പാഠങ്ങൾ മുഴുവനായിട്ടും വായിച്ചിട്ട് ഓരോ ക്ലാസ്സിലൂടെയും കർത്താവിൻ്റെ മുഖം പ്രകാശിതമാകുന്നത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് അത് വിശ്വാസം ശരിക്ക് കൈമാറ്റം ചെയ്യുന്നവരും സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രാപ്തിയുള്ള വ്യക്തികളുമായിട്ട് മാറുക. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഈ കൈമാറ്റം, തലമുറകളിലൂടെയുള്ള കൈമാറ്റം, അധ്യാപകരിലൂടെയുള്ള കൈമാറ്റം, വരും തലമുറയ്ക്ക് കൊടുക്കുന്ന ഈ പ്രക്രിയ മനോഹരമായിട്ട് മാറ്റാനായിട്ട് ഓരോ അധ്യാപകർക്കും സാധിക്കട്ടെ. വിശ്വാസം ശരിക്കും സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ പകർത്തി ഈശോയുടെ ധീര സാക്ഷികളായിട്ട്, ജീവിക സാക്ഷികളായിട്ട് അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്കെല്ലാവർക്കും ഇടവരട്ടെ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. രക്ഷയുടെ